രൂപീകരിച്ച കാലം മുതൽ ഇങ്ങോട്ട് ഇടതുമുന്നണി ഭരിച്ച തദ്ദേശ സ്ഥാപനമാണ് കൊല്ലം കോർപ്പറേഷൻ. ഇക്കുറിയും വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF. കോർപ്പറേഷനിൽ വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് UDFും തയ്യാറായി കഴിഞ്ഞു. ചരിത്രം തിരുത്താൻ BJPയും രംഗത്തുണ്ട്. ഈ ഒരു റിപ്പോർട്ട് കൂടി കണ്ടുകൊണ്ട് നൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ആകെ സീറ്റ് 55, LDF 38, UDF 10, BJP 6, SDPI 1. മൃഗീയ ഭൂരിപക്ഷത്തിലാണ് LDF കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കുമെന്ന് തന്നെയാണ് ആത്മവിശ്വാസം. വിജയ പ്രതീക്ഷയ്ക്ക് നിരവധി കാരണങ്ങളുമുണ്ട്. ജനക്ഷേമകരമായ പ്രവർത്തനത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ, എല്ലാത്തരം ക്ഷേമ പെൻഷനും കൊല്ലം കോർപ്പറേഷൻ കൊടുക്കുകയാണ്. വയോജനങ്ങളെ സംരക്ഷിക്കുന്ന വയോജന സൗഹൃദ കോർപ്പറേഷനായി മാറ്റുന്നു, ഭിന്നശേഷി സൗഹൃദ കോർപ്പറേഷനായി മാറുന്നു. അങ്ങനെ സമസ്ത മേഖലയും സ്പർശിക്കുന്ന നിലയിലേക്ക് കൊല്ലം കോർപ്പറേഷൻ ജനങ്ങളോടൊപ്പം എന്നും ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് കൊല്ലം കോർപ്പറേഷൻ നടപ്പിലാക്കിയത്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് കൊല്ലം കോർപ്പറേഷൻ വീണ്ടും മൃഗീയമായ ഭൂരിപക്ഷത്തിൽ 2024 അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നതിന്റെ പ്രധാന കാരണം. എന്നാൽ മേയർ സ്ഥാനത്തെ ചൊല്ലി ഉണ്ടായ CPI ഏറ്റുമുട്ടൽ, മാലിന്യ പ്രശ്നം, തെരുവിളക്ക് വിഷയം അടക്കമുയർത്തി നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. പാളയത്തിൽ പടയെ അതിജീവിക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഫലം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ മിഷൻ 2025 എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൊല്ലം കോർപ്പറേഷനിലെ 56 ഡിവിഷനുകളിലെ 7 ഡിവിഷനുകൾ വീതമുള്ള 8 ക്ലസ്റ്ററുകളാക്കി തിരിച്ചുകൊണ്ട് 8 പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ചുമതല കൊടുത്തുകൊണ്ടുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ 7-ാം തീയതി വരെയുള്ള വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി, വളരെ ഊർജിതമായിട്ട് നടക്കുന്നു. അതേസമയം തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും ഒപ്പം കൊല്ലം കോർപ്പറേഷനും ലക്ഷ്യമിടുകയാണ് BJP. അത് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം തന്നെ 10-17 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനവും 6 വിജയവുമാണ് കണ്ടെത്തിയത്. അതിനു മുമ്പ് 2 അപ്പം നമ്മളുടെ ഉയർച്ചയാണ് അതുകൊണ്ട് കാണിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം CPMൻ്റെ ഈ ഭരണമാണ്. ജനങ്ങൾ മടുത്തു. അതാണ് നേർക്കാഴ്ചയായിട്ട് കാണിക്കുന്നത്. നമുക്ക് കൊല്ലം കോർപ്പറേഷനെ കുറിച്ച് വളരെയധികം മുന്നോട്ട് വെച്ച് പറയാനുള്ള ഓരോ കാര്യങ്ങളും എണ്ണി നമുക്ക് നിരത്താൻ പറ്റും. അത് തന്നെയാണ് കോർപ്പറേഷൻ്റെ കൗൺസിലും ഓരോ കൗൺസിലർമാരും BJPയുടെ ഉന്നയിക്കുന്നത്. കോൺഗ്രസ്, NSS, ക്രിസ്ത്യൻ ശക്തി കേന്ദ്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിലവിൽ UDFനൊപ്പം നിൽക്കുന്ന സീറ്റുകൾ പിടിച്ചെടുക്കുകയാണ് BJPയുടെ ലക്ഷ്യം. കഴിഞ്ഞ 25 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഇടതുമുന്നണി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. എന്നാൽ കോർപ്പറേഷനിലെ മാലിന്യ പ്രശ്നം, തെരുവിളക്ക് പ്രശ്നമൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് BJPയും UDFും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തായാലും ഇത്തവണയും കൊല്ലം കോർപ്പറേഷൻ ഇടതുമുന്നണി ഭരിക്കുമോ അതോ അട്ടിമറി ഉണ്ടാകുമോ? ഏവരും കാത്തിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.